ഏപ്രിൽ 14 തിങ്കളാഴ്ചയാണ് നമ്മൾ കണി കണ്ടുണരാൻ കാത്തിരിക്കുന്ന വിഷു. നമ്മൾ മലയാളികൾക്ക് ഓണം പോലെ തന്നെ പ്രാധാന്യമുള്ള ആഘോഷമാണ് വിഷു. കണിക്കൊന്നപ്പൂവും കണിവെള്ളരിയും തെളിഞ്ഞ നിലവിളക്കും ചേരുന്ന സമൃദ്ധിയുടെ മഞ്ഞ നിറം പകർന്നാണ് ഓരോ വിഷുക്കാലവും കടന്നു പോകുന്നത്. നമുക്ക് വിഷു എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ നിറയുന്നത് വല്ലാത്തൊരു സന്തോഷമാണ്. അതുപോലെ തന്നെ ഒരുപാട് നല്ല പ്രതീക്ഷകളും അതിനോടൊപ്പമുണ്ട്. വരും വർഷം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ ഒരു വർഷമായി തീരാൻ അത്രമേൽ ആഗ്രഹത്തോടെയാണ് ഓരോ വിഷുവും കണി കണ്ടുണരാൻ നമ്മൾ കാത്തിരിക്കുന്നത്. വിഷുക്കണി ഒരുക്കുന്നതിലെയും അതിനു മുൻപായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിനാണ് കേട്ടോ ഈ വീഡിയോ. നിങ്ങൾ കുറേ വിഷു വീഡിയോ യൂട്യൂബിൽ കണ്ട് മടുത്തിട്ടുണ്ടാവല്ലേ. ഇവിടെ അമ്മ പറയും പോലെ നിങ്ങൾ ഈ യൂട്യൂബുകാരൊക്കെ പറഞ്ഞിട്ട് വേണമല്ലോ ഞങ്ങൾക്ക് ഈ വിഷുക്കണി ഒരുക്കാൻ അറിയാനായിട്ട്. ഇതൊക്കെ നമ്മൾ എത്ര വർഷങ്ങളായി ചെയ്യുന്നതാണ് കുഞ്ഞുങ്ങളെ എന്ന് പറയും പോലെ ആരെങ്കിലും ഒക്കെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നുണ്ടാവും അല്ലേ. എങ്കിലും ആദ്യമായി കണി ഒരുക്കുന്ന ചിലരുണ്ടാവില്ലേ. അതുപോലെ തന്നെ പ്രാദേശികമായ ചില വ്യത്യാസങ്ങൾ കണി ഒരുക്കുന്നതിൽ ഉണ്ടാവാറുണ്ട്. ചിലതൊക്കെ നമ്മൾ തലേ ദിവസം ഒരുക്കി വെക്കാൻ വിട്ടുപോവാറുണ്ട്. നമ്മൾ ഇതുപോലെ ഒരു വീഡിയോയിലൂടെ എല്ലാം വിശദമായിട്ട് പറയുമ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വിഷു സമൃദ്ധമായിട്ട് ആഘോഷിക്കാൻ പോവുകയാണ്. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തലേ ദിവസം, അതായത് ഏപ്രിൽ 13 ഞായറാഴ്ച വീടും പരിസരവും എല്ലാം വൃത്തിയായി ശുദ്ധിയാക്കി എടുക്കുക. ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ കാണുമല്ലോ. അതുകൊണ്ട് അമ്മമാരൊന്നും തന്നെ വൃത്തിയാക്കാൻ മിനക്കെടേണ്ട, എല്ലാവരെയും കൂടെ കൂട്ടി കേട്ടോ. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വിഷു ദിനത്തിൽ നമ്മൾ മാത്രമല്ല നമ്മുടെ വീട്ടിൽ കണി കാണുന്നത്. പിന്നെയോ സാക്ഷാൽ വൈകുണ്ഠനാഥൻ മഹാവിഷ്ണു ലക്ഷ്മി സമേതനായി നമ്മുടെ സമൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ നന്മയുടെ വിഷുക്കണി കാണാൻ എത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരെ സ്വീകരിക്കാൻ നമ്മൾ വീടും പരിസരവും അത്രയും ശുചിയായിട്ട് ഇടേണ്ടതായിട്ടുണ്ട്. അതുപോലെ തലേ ദിവസം ഒരിക്കലും മത്സ്യ മാംസാദികൾ വീട്ടിലെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം അന്ന് രാത്രിയിലാണല്ലോ നമ്മൾ വിഷുക്കണി ഒരുക്കുന്നത്. അതുകൊണ്ട് എല്ലാം അതിന്റെ ശുദ്ധിയോടും ചിട്ടയോടും കൂടി വേണമല്ലോ. അതുകൊണ്ട് മത്സ്യ മാംസാദികൾ തലേ ദിവസം, അതായത് ഏപ്രിൽ 13 ഞായറാഴ്ച എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അന്നേ ദിവസം തന്നെ നിലവിളക്ക്, ഓട്ടുരുളി, കിണ്ടി തുടങ്ങിയ എല്ലാ വസ്തുക്കളും വൃത്തിയാക്കി സ്വർണ്ണ പ്രഭയിൽ വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി കണി ഒരുക്കേണ്ടത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാം. ആദ്യം നമ്മൾ കണി ഒരുക്കുന്ന സ്ഥലം തീരുമാനിച്ചു കഴിഞ്ഞാൽ പൂജാമുറിയിലാവും, നമ്മുടെ പൂജാമുറിയിൽ തന്നെയാവും കണി ഒരുക്കുക. ചിലര് ഹാളിൽ തറയിൽ ഒരു ഭാഗത്തായിട്ടൊക്കെ കണി ഒരുക്കുന്നത് കാണാം. അങ്ങനെ ആവുമ്പോൾ ഒരു പായോ അലക്കി ശുദ്ധിയോടുകൂടിയ ഒരു മുണ്ടോ മറ്റോ തറയിൽ വിരിച്ചിട്ട് അതിന് മുകളിൽ വേണം നമ്മൾ കണി ഒരുക്കാനായിട്ട്. അല്ലെങ്കിൽ ചില മേശയുടെ മുകളിലാവും കണി ഒരുക്കുക. അതായത് നമ്മുടെ സ്ഥല സൗകര്യം അനുസരിച്ചിട്ടാവുമല്ലോ എല്ലാവരും കണി ഒരുക്കാൻ വെക്കുന്നത്. ഒരു മേശയുടെ പുറത്താണെങ്കിൽ നമ്മൾ അതിന് മുകളിലും ഇതുപോലെ ഒരു തുണി വിരിച്ചിട്ട് ഈ കണി നമ്മൾക്ക് അതിന് മുകളിൽ ഒരുക്കി വെക്കാവുന്നതാണ്. ആദ്യമായി നമുക്ക് കൃഷ്ണന്റെ വിഗ്രഹമോ ഫോട്ടോയോ വെക്കാവുന്നതാണ്. ഇതിനു മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വിഗ്രഹമാണെങ്കിലും അതായത് കൃഷ്ണ വിഗ്രഹമാണെങ്കിലും ഫോട്ടോയാണെങ്കിലും അതിന് പൊട്ടലോ കേടുപാടുകളോ ഒന്നുമില്ലെന്ന് നമ്മൾ നേരത്തെ തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ തലേ ദിവസം ഇതെല്ലാം തുടച്ച് വൃത്തിയാക്കി വെക്കേണ്ടതുമാണ്. അങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്ന കൃഷ്ണ വിഗ്രഹത്തിൽ നമുക്ക് തുളസി മാലയോ മുല്ലപ്പൂ മാലയോ ഒക്കെ ചാർത്തി കൊടുക്കാവുന്നതാണ്. ഈ അലങ്കാരങ്ങളെല്ലാം ഭഗവാന് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. നമുക്ക് അണിഞ്ഞൊരുങ്ങി നടക്കാനൊക്കെ അത്രയും ഇഷ്ടമല്ലേ. അതുപോലെ തന്നെ ഈശ്വരന്മാർക്കും നമ്മൾ അത്രയും അണിയിച്ചൊരുക്കിയാൽ അവർക്ക് അത്രയും സന്തോഷമാണ്, അത്രയും ഐശ്വര്യമാണ്. ഇനി മാല കെട്ടാനൊക്കെ ബുദ്ധിമുട്ടുള്ളവര് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, അതായത് വീട്ടിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ പൂക്കളും ഭഗവാന്റെ പാദങ്ങളിൽ ഒരു പ്ലേറ്റിലോ തട്ടത്തിലോ വെക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു വലിയ ഉരുളിയാണ്. ഓട്ടുരുളി ആണെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഏത് ഉരുളിയാണോ ഉള്ളത് അത് മതിയാവും കേട്ടോ. ഇനി അതുമില്ല നമ്മുടെ കൈവശം ഉരുളി ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. വലിയൊരു പ്ലേറ്റോ തളികയോ ട്രേയോ എന്തെങ്കിലും ആവാം. കണി സാധനങ്ങളെല്ലാം നമ്മൾക്ക് വെക്കാനുള്ള സ്പേസ് അതിലുണ്ടാവണമെന്നേ ഉള്ളൂ. അത് നമുക്ക് കണി ഒരുക്കാനായിട്ട് എടുത്തു വെക്കാവുന്നതാണ്. ഈ ഉരുളിയിൽ ആദ്യം നമ്മൾ ഉണക്കലരി നെല്ലും കൂട്ടി, അതായത് അതിന് അക്ഷതം എന്നാണ് പറയുക, അത് പകുതിയോളം ഈ ഉരുളിയുടെ, അതായത് നമ്മൾ എടുക്കുന്ന പാത്രത്തിന്റെ പകുതിയോളം, ഉരുളിയൊക്കെ ആകുമ്പോൾ നമുക്ക് പകുതിയോളം നിറയ്ക്കാൻ പറ്റും. ഒരു ട്രേ ആണെങ്കിൽ ഒരു ലെവലാക്കി ഇങ്ങനെ ഇട്ടാൽ മതിയാവും കേട്ടോ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഈ നെല്ലും അരിയും വേർതിരിച്ചെടുക്കാൻ നമ്മൾ വല്ലാതെ പാടുപെടേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അരി തന്നെ ഉരുളിയിൽ പകുതിയിൽ നിറയ്ക്കാം. നെല്ല് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ചെറിയ പറയിലോ വേറൊരു തട്ടത്തിലോ വെക്കാവുന്നതാണ്. ഇനി ഈ ഉരുളിയിലേക്ക് നമ്മൾ ആദ്യം വെക്കേണ്ടത് കണിവെള്ളരിയാണ്. നല്ല സ്വർണ്ണ നിറത്തിലുള്ള, അതായത് മഞ്ഞ നിറത്തിലുള്ള കണിവെള്ളരിക്കാണ് നമുക്ക് ഇതിനായി വേണ്ടത്. ഈ കണിവെള്ളരി മഹാവിഷ്ണുവിന്റെ മുഖമാണെന്നാണ് സങ്കല്പം. കണി കാണുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ കണിവെള്ളരി നേരെ കാണാവുന്ന വിധത്തിലായിരിക്കണം ഉരുളിയിൽ വെക്കേണ്ടതായിട്ടുള്ളത്. ചക്ക, മാങ്ങ, കദളിപ്പഴം ഇവയാണ് പിന്നീട് വെക്കേണ്ടതായിട്ടുള്ളത്. ചക്ക ഗണപതിയുടെ ഇഷ്ടഭക്ഷണമാണെന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ മാമ്പഴം സുബ്രഹ്മണ്യ സ്വാമിക്കും, കദളിപ്പഴം നമ്മുടെ ഉണ്ണിക്കണ്ണനും
കണ്ണനും അത്രമേൽ പ്രിയപ്പെട്ടതാണ്. ഇനി കദളിപ്പഴം ഇല്ലെങ്കിൽ പൂവൻ പഴമോ അതുമല്ലെങ്കിൽ നേന്ത്രപ്പഴമോ നമുക്ക് വെക്കാവുന്നതാണ്. ഒരു പടലയായിട്ട് പഴം വെക്കാൻ ശ്രദ്ധിക്കണമെന്ന് മാത്രമുള്ളൂ. നമ്മുടെ കയ്യിൽ ഏത് പഴമാണോ ഉള്ളത് അത് വെച്ചാൽ മതിയാവും. ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ ബാക്കിയുള്ള ഫ്രൂട്ട്സ് ഒക്കെ തന്നെയും വെക്കാം. പച്ചക്കറികൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ തന്നെയും വെക്കാം. മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കൈവശം ധാരാളം ഫ്രൂട്ട്സ് ഒന്നും, ഇപ്പൊ എല്ലാവരുടെയും വീട്ടിൽ ധാരാളം ഫ്രൂട്ട്സ് ഒന്നും കാണണമെന്നൊന്നുമില്ല അല്ലേ. അതൊന്നും നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ എന്താണോ ലഭ്യമായിട്ടുള്ളത് അത് മാത്രം വെച്ചാൽ മതിയാവും കേട്ടോ. ഈ പണ്ട് കാലങ്ങളിലൊക്കെ ഇത്രയും ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടോ ആരുടെയെങ്കിലും വീട്ടിൽ? ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ തന്നെ പല വീഡിയോസ് കാണുമ്പം എന്തൊക്കെ ഫ്രൂട്ട്സ് ഒക്കെയാണ് ഇവർ വെച്ചിരിക്കുന്നത് എന്നൊക്കെ നമ്മുടെ ചിലരുടെയൊക്കെ മനസ്സിലെങ്കിലും തോന്നും അല്ലേ. ഇത്രയൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ എന്നൊക്കെ ചിലർക്ക് വിഷമവും തോന്നുന്നുണ്ടാവും. അതിന്റെ ഒന്നും യാതൊരു കാര്യമില്ല കേട്ടോ. നമ്മുടെ അമ്മമാരൊക്കെ പറയില്ലേ, പണ്ടൊക്കെ എന്താണ് നമ്മുടെ തൊടിയിലൊക്കെ വളരുന്ന എല്ലാ കാര്യങ്ങളും ഫലങ്ങളും പച്ചക്കറികളും ഒക്കെ അല്ലേ വെച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അതിലൊന്നും ഒരു കാര്യവും ഇല്ല. അപ്പൊ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയും പോലെ നമുക്ക് ഉള്ളത് കൊണ്ട് ഈ വിഷു നമുക്ക് അത്രയും ഭംഗിയായിട്ട് കണി ഒരുക്കി വെക്കാവുന്നതാണ്. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുമ്പളങ്ങ ഒരിക്കലും നമ്മൾ കണി ഒരുക്കാൻ വെക്കരുത്. കാരണം കുമ്പളങ്ങ നമ്മൾ ശ്രാദ്ധത്തിന് എടുക്കുന്നതാണ്. അതുകൊണ്ട് കുമ്പളങ്ങ വെക്കാതിരിക്കാൻ മാത്രം ശ്രദ്ധിക്കുക. ഇനി നാളികേര മുറി, അതായത് ഒരു തേങ്ങയെ 2 മുറി ആക്കിയിട്ട് ആ 2 മുറികളും നമ്മൾ ഈ ഉരുളിക്കുള്ളിൽ വെക്കണം. ഈ നാളികേര മുറിയിൽ എണ്ണ നിറച്ച് തിരിയിട്ട് കത്തിക്കുന്ന പതിവ് ചില സ്ഥലങ്ങളിലുണ്ട്. ചില സ്ഥലങ്ങളിൽ ഒരു വെള്ള തുണിയിൽ അരി ഇങ്ങനെ കിഴിയായിട്ട് കെട്ടി നാളികേര മുറിയിൽ നല്ലെണ്ണ ഒഴിച്ച് ആ കിഴി അതിൽ വെച്ച് കൊളുത്തി വെക്കാറുണ്ട്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ നാളികേരം പൊട്ടിക്കാതെ മുഴുവനായിട്ടും വെക്കാറുണ്ട്. നമ്മൾ ഏത് രീതിയാണോ ഇതുവരെ വെച്ച് വന്നത് അതുപോലെ വെച്ചാൽ മതിയാവും കേട്ടോ. ഇത്രയും ആയാൽ നമുക്ക് വാൽക്കണ്ണാടിയും തിരുവുടയാടയും വെക്കാം. ഭഗവതിയുടെ സ്ഥാനമാണ് വാൽക്കണ്ണാടിക്ക്, അതുപോലെ ഭഗവതിയുടെ വസ്ത്രമാണ് തിരുവുടയാട. കണിക്കൊപ്പം സ്വന്തം മുഖം കണി കണ്ടുണരാൻ വേണ്ടിയാണ് നമ്മൾ വാൽക്കണ്ണാടി വെക്കുന്നത്. അതായത് നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുക എന്നത്, ദൈവത്തിനൊപ്പം സ്വത്വവും തിരിച്ചറിയുക എന്നൊരു സങ്കല്പം കൂടി ഇതിന് പിന്നിലുണ്ട് കേട്ടോ. ആറന്മുള കണ്ണാടി ഉള്ളവർക്ക് അത് വെക്കാവുന്നതാണ്. ഇനി വാൽക്കണ്ണാടി ഇല്ലാത്തവർ നമ്മുടെ കൈവശമുള്ള ചെറിയൊരു കണ്ണാടി വെച്ചാൽ മതിയാവും കേട്ടോ. അതുപോലെ ഉടയാട ഇല്ലെങ്കിൽ അതില്ലാതെയും നമുക്ക് കണി ഒരുക്കാവുന്നതാണ്. കണി വെള്ളരിക്കയുടെ തൊട്ടു പുറകിലായിട്ട് വേണം നമ്മൾ വാൽക്കണ്ണാടി വെക്കാനായിട്ട്. ഇത്രയുമായാൽ കൊന്ന പൂക്കൾ കൂടി വെച്ച് അലങ്കരിക്കണം. കൃഷ്ണ വിഗ്രഹം ഈ കണി ഉരുളിയുടെ തൊട്ടടുത്തായിട്ടാണ് വെക്കേണ്ടത്. എന്നാൽ ദീപപ്രഭ മൂലമുള്ള ഒരു നിഴലും വിഗ്രഹത്തിൽ പതിയാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഭഗവാന്റെ ഒരു വിഗ്രഹത്തിന് മുൻപിലോ നമ്മൾ ഫോട്ടോ ആണ് വെക്കുന്നതെങ്കിൽ അതിന്റെ മുൻപിലോ ഈ നിലവിളക്കിന്റെ വെട്ടം കൊണ്ട് ഉള്ള നിഴലുകളൊന്നും തന്നെ, മറ്റൊരു വസ്തുവിന്റെയും നിഴല് ഭഗവാന്റെ മുഖത്തേക്ക് വീഴാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പടിഞ്ഞാറോട്ട് ഭഗവാന് ഫേസ് ചെയ്യുന്ന പോലെ ആയിരിക്കണം ഭഗവാന്റെ വിഗ്രഹം വെക്കേണ്ടത്. അതായത് നമ്മൾ കണി കാണാൻ നേരെ നിൽക്കുന്നത് കിഴക്കോട്ടായിരിക്കും. അപ്പൊ ഭഗവാൻ നമ്മളെ ഇങ്ങോട്ട് നോക്കി നിൽക്കുകയാണ്. ഭഗവാൻ അപ്പം പടിഞ്ഞാറോട്ട് ദർശനമായിട്ട് നിൽക്കുന്നത് പോലെ വേണം കൃഷ്ണന്റെ വിഗ്രഹം വെക്കാനായിട്ട്. അങ്ങനെ ഉരുളിയിലെല്ലാം ഒരുക്കി വെച്ചതിന് ശേഷം തൊട്ടടുത്ത ഒരു താലത്തില് കോടിമുണ്ടും ഒരു ഗ്രന്ഥവും, ഏതെങ്കിലും ഗ്രന്ഥം, അതായത് ഭഗവത്ഗീതയോ ഭാഗവതമോ ദേവി മഹാത്മോ ഇതിലേതാണോ നമ്മളുടെ പക്കലുള്ളത് അത് ഈ താലത്തിൽ വെക്കാവുന്നതാണ്. സരസ്വതി ദേവിയെ സങ്കല്പിച്ചാണ് നമ്മൾ ഗ്രന്ഥം വെക്കുന്നത്. അതിന് മുകളിലായി ഒരു കോടിമുണ്ടും വെച്ചതിന് ശേഷം അതിന് തൊട്ട് മുകളിൽ നാണയത്തുട്ടുകളും നോട്ടുകളും സ്വർണവും ഒക്കെ നമുക്ക് വെക്കാവുന്നതാണ്. വെറ്റിലുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. തലേദിവസം തന്നെ വെറ്റില വാങ്ങി വെക്കാൻ, വെറ്റിലയും അടക്കയും വാങ്ങി വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. ഇനിയിപ്പോൾ അത് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ കോടിമുണ്ടിന്റെ മുകളിലായിട്ട് നാണയവും സ്വർണവും ഒക്കെ വെച്ചാൽ മതിയാകും. വെറ്റിലുണ്ടെങ്കിൽ അതിന്റെ മുകളിലായിട്ട് നാണയത്തുട്ടുകളും സ്വർണവും ഒക്കെ നമുക്ക് വെക്കാവുന്നതാണ്. ലക്ഷ്മി ദേവിയുടെ പ്രതീകമാണ് സ്വർണവും നാണയങ്ങളും. ഇതിനോടൊപ്പം ഇതേ താലത്തിൽ നമുക്ക് കൺമഷിയും കുങ്കുമം നിറഞ്ഞ ഒരു കുങ്കുമച്ചെപ്പും വെക്കാവുന്നതാണ്. ഇത്രയും ഒരുക്കങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് നിലവിളക്ക് ഒരു തട്ടത്തിൽ വെച്ച് നെയ്യോ എള്ളെണ്ണയോ ഒഴിച്ച് 5 തിരിയിട്ട് വെക്കാം. 5 തിരിയിട്ട് വെക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. നമ്മൾ സാധാരണ വീട്ടിൽ 2 തിരി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഇട്ടാവും സാധാരണ ദിവസങ്ങളിൽ എത്തിക്കുക. പക്ഷേ ഈ വിഷു ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസം അല്ലേ. 5 തിരിയിട്ട് ഒരു നെയ്വിളക്ക് കത്തിച്ചാൽ അത്രയും ഐശ്വര്യമാണ്. ഇനി നെയ്യ് ഇല്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. സാധാരണ എള്ളെണ്ണ ഉപയോഗിച്ചിട്ട് നമുക്ക് കത്തിക്കാവുന്നതാണ്. 5 തിരിയിടേണ്ട ദിക്കുകൾ നിങ്ങൾക്ക് അറിയാലോ. കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്, വടക്ക് കിഴക്ക് എന്നീ ദിശകളിലായിരിക്കണം ഈ 5 തിരികൾ ഉണ്ടാവേണ്ടത്. അതിനുശേഷം ഒരു കിണ്ടിയിൽ ജലം എടുത്ത് തൊട്ടടുത്ത് തന്നെ വെക്കുക. ജീവന്റെയും പ്രപഞ്ചത്തിന്റെയും ആധാരമായ ജലം കണ്ണിൽ തൊട്ട ശേഷം വേണം നമ്മൾ ഓരോരുത്തരും കണി കാണേണ്ടതായിട്ടുള്ളത്. അങ്ങനെ ഇതെല്ലാം ഒരുക്കി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം, അതായത് വിഷു ദിവസം ഏപ്രിൽ 14 തിങ്കളാഴ്ച ദിവസം അതിരാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നേരെ കണി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തെത്തി കിണ്ടിയിലെ ജലം 2 കണ്ണുകളിലും തൊട്ട ശേഷം വിളക്ക് കൊളുത്താവുന്നതാണ്. വീട്ടിലെ മുതിർന്ന സ്ത്രീ, അതായത് നമ്മുടെ അമ്മമാരാവുമല്ലോ ഇത് ചെയ്യുന്നത്. അമ്മ ഇത് കേട്ടാൽ പറയും, ഞാൻ തന്നെയാണല്ലോ എപ്പോഴും ചെയ്യുന്നത്, വീട്ടിലെ മുതിർന്ന സ്ത്രീ എന്ന് പറയണോ എന്ന് അമ്മ ചോദിക്കുന്നുണ്ടാവും.
അതാണ് ചിട്ട കേട്ടോ. വീട്ടിലെ മുതിർന്ന സ്ത്രീ ഇത് ചെയ്തിട്ട് ബാക്കി എല്ലാവരെയും വിളിച്ച് കണി കാണിക്കണം എന്നാണ് ചിട്ട. അങ്ങനെ ചെയ്യേണ്ടതാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചിലർക്ക് സംശയം തോന്നും, നമ്മൾ രാവിലെ എഴുന്നേക്കുന്ന പടി വായിൽ വെള്ളം പോലും ഒഴിക്കാതെ പൂജാമുറിയിൽ കയറി ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ തോന്നുന്നുണ്ടാവും അല്ലെ. ഇനി വാഷ് ബേസിന്റെ അവിടെ പോയി ഒന്ന് വായിൽ വെള്ളം ഒഴിച്ചാലേ തൃപ്തി വരൂ എന്നുണ്ടെങ്കിൽ കണ്ണുകൾ അടച്ച് അത് ചെയ്യാം കേട്ടോ. അല്ലാതെ അമ്മമാര് കണി കാണാതെ ബാക്കിയുള്ളവരെ എല്ലാം കണി കാണിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ശുദ്ധിയോടുകൂടി തന്നെ ഇരിക്കുകയല്ലേ, രാത്രിയിൽ ഈ കണിയൊക്കെ ഒരുക്കിയിട്ട് പോയതല്ലേ. അപ്പൊ ആ ഒരു ശുദ്ധി മനസ്സിനും ശരീരത്തിനും ഒക്കെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ നേരെ നമ്മൾ കണി ഒരുക്കി വെച്ച സ്ഥലത്ത്, പൂജാമുറിയിലാണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ എവിടെയാണോ വെച്ചാൽ അവിടെ ചെന്നിട്ട് ആ കിണ്ടിയിലെ ജലം ഇരു കണ്ണുകളിലും തൊട്ട് ശുദ്ധി വരുത്താവുന്നതാണ്. എന്നിട്ട് നേരെ നമ്മൾക്ക് വിളക്ക് കൊളുത്താവുന്നതാണ്. അമ്മമാർ ആദ്യം വിളക്ക് കൊളുത്താവുന്നതാണ്. 5 തിരിയിട്ടാണ് വെച്ചേക്കുന്നത്. ആ തിരി കൊളുത്തേണ്ടതിനും പ്രത്യേകതയുണ്ട്, അതും നിങ്ങൾ ശ്രദ്ധിക്കണം. വിളക്ക് കൊളുത്തുമ്പോൾ ആദ്യം വടക്ക് കിഴക്കേ തിരി ആണ് കത്തിക്കേണ്ടത്. പിന്നീട് കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, അവസാനം വടക്ക് എന്നീ ക്രമത്തിൽ പ്രദക്ഷിണമായി വേണം നമ്മൾ തിരികൾ കത്തിക്കേണ്ടതായിട്ടുള്ളത്. അങ്ങനെ നിലവിളക്കിന്റെ ആ ദീപപ്രഭയിൽ ഭഗവാന്റെ മുഖം തന്നെ ആദ്യം കണി കാണുക. ഇപ്പൊ തന്നെ മനസ്സിലത് വന്നില്ലേ? ഭഗവാനെ പുഞ്ചിരി തൂക്കി നിൽക്കുന്ന ആ ഒരു രൂപം ഇപ്പം തന്നെ കണി കണ്ട ഒരു പ്രതീതി കിട്ടിയല്ലേ. പിന്നീട് നമ്മൾ ഐശ്വര്യത്തിന്റെ പ്രതീകമായി ഒരുക്കി വെച്ചിരിക്കുന്ന കണിയിലെ ഓരോ വസ്തുവും നിറഞ്ഞ മനസ്സോടെ, ഭക്തിയോടെ, പ്രാർത്ഥനാപൂർവം കണി കാണണം. പാൽക്കണ്ണാടിയിൽ നമ്മുടെ മുഖവും കണി കണ്ട് മനസ്സങ്ങനെ നിറയട്ടെ. ഈ ഒരു വർഷം സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞതാവാൻ ഭഗവാനോട് ഉള്ളുരുകി പ്രാർത്ഥിക്കാം. അതിനുശേഷം വീട്ടിൽ ഓരോരുത്തരെയായി എഴുന്നേൽപ്പിച്ച് കണ്ണുകൾ കൈകൊണ്ട് പൊത്തി അമ്മ വിഷുക്കണി കാണിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കണി കണ്ടതിന് ശേഷം രാമായണത്തിന്റെ ഒരു ഭാഗം തുറക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പേജ് എന്ന് പറയുന്നത് വരാനിരിക്കുന്ന വർഷത്തെ ചില സൂചനകൾ നമുക്ക് നൽകുന്നു എന്നാണ് വിശ്വാസം. രാമായണത്തിൽ നിന്നുള്ള വാക്യങ്ങൾ അല്പനേരം ചൊല്ലുന്നതും വളരെ ഐശ്വര്യമാണ്. അങ്ങനെ വിഷുക്കണി അതിൻ്റെ എല്ലാ സമൃദ്ധിയോടും ഐശ്വര്യത്തോടും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് വിഷു കൈനീട്ടം. കേട്ടപ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലും മുഖത്തുമൊക്കെ അത്രയും സന്തോഷം വന്നിട്ടുണ്ടല്ലേ. ഈ വിഷു എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുക വിഷു കൈനീട്ടമാണ്. ഇനിയിപ്പോൾ വിഷു കണി കണ്ടില്ലെങ്കിൽ തന്നെ വിഷു കൈനീട്ടം വിട്ടിട്ട് ഒരു കളിക്ക് ഞങ്ങളില്ല എന്നാണ് ഈ കൂട്ടര് പറയുന്നത്. അങ്ങനെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് കൈനീട്ടമൊക്കെ വാങ്ങി സ്വരുക്കൂട്ടി വെക്കുക. വിഷു ദിവസം നമ്മുടെ കയ്യിൽ പണം വന്നു ചേരുന്നത് അടുത്ത വിഷു വരെ നമ്മളിലേക്ക് പണം എത്തുന്നതിന് മുന്നോടിയായിട്ടാണ് എന്നാണ് പറയുന്നത്. അതിനുശേഷം സമൃദ്ധമായ വിഷു സദ്യക്കായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ്. നമുക്ക് മലയാളികൾക്ക് ഓണസദ്യ പോലെ തന്നെ അത്രയും പ്രധാനപ്പെട്ടതാണ് വിഷുവിന്റെ സദ്യയും എന്ന് പറയുന്നത്. പിന്നെ വിഷുവിന് പടക്കം നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണല്ലേ. ഇത് രാവിലെ മുതൽ രാത്രി വരെ കാണും. അങ്ങനെ സമൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ ഈ പൊന്നിൻ വിഷു എല്ലാവർക്കും സന്തോഷത്തോടെ ആഘോഷിക്കാൻ കഴിയട്ടെ. അതിന് ഈശ്വരൻ എല്ലാവരെയും അത്രമേൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.